പുതിയൊരു വീഡിയോയാണ്, ലഞ്ചിന്റെ വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന്റെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ, വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്രം ഇതാണ്, ചോറ്റുപാത്രം ഇതാണ്. അപ്പോൾ ചോറ്റുപാത്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചോറ് വെച്ച് കൊടുക്കാം. ചോറ് ഇട്ടിട്ടതിന് ശേഷം നമുക്ക് ഓരോരോ കറികളായിട്ട് പറയാം ഞാൻ. അപ്പോൾ ഇന്നെനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ചോറിടുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് എൻ്റെ ലഞ്ച് ബോക്സും എനിക്ക് തയ്യാറാക്കണം. അപ്പോൾ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു. പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 12 മണിക്ക് ഡ്യൂട്ടിയാണ്. അപ്പോൾ ചോറിട്ടു. അപ്പോൾ ചോറിലേക്ക് ഞാൻ കുറച്ച് മത്തങ്ങ പയറ് കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മത്തങ്ങ പയറ് കറി. പിന്നെ മത്തങ്ങ പയറ് കറി ഇതാണ് കേട്ടോ. ഇത് എന്നും ഉണ്ടാവും കേട്ടോ എൻ്റെ ഡയറ്റിൽ. പ്രോട്ടീൻ അല്ലേ, ചെറുപയറാണ്. ചെറുപയറും മത്തങ്ങയും കൂടി ഇട്ട് കറി വെച്ചതാണ്. പിന്നെ ഇത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും നമ്മൾ ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ അവന് വെണ്ടയ്ക്ക ഇഷ്ടമാണ് മോന്, അപ്പോൾ അതിന് കുറച്ച് കൂടുതലിരിക്കട്ടെ വെണ്ടയ്ക്ക. പിന്നെ ഒരു മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അയല മീനാണ്. ഇവിടെ എനിക്ക് കൂടുതലും കിട്ടുന്നത് അയലയും അങ്ങനെയുള്ള പാര, എത്തോലി മീൻ, അതൊക്കെയാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു അയല മീൻ എടുത്ത് വെക്കാം. ചോറിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മുള്ളൊക്കെ ഉള്ളത് അവന് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ കളർ കണ്ടിട്ട് നിങ്ങൾ ആരും വേറെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. കളർ ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില വെച്ച് ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയൊക്കെ അരച്ചുണ്ടാക്കിയതാണ്. അത് അതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഏറ്റവും സിമ്പിളാണ്, പക്ഷേ ഹെൽത്തിയും ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ അടുക്കള വിശേഷങ്ങളുടെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ലഞ്ച് വീഡിയോ എങ്കിലും ഇടണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോനിത് കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ അടുത്ത ലഞ്ചിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.